വിജയം ലഭിക്കുന്നതിന് മുൻപ് തന്നെ പലപ്പോഴും തോൽവികൾ വന്നു ചേരുമെന്നും, എന്നാൽ അതിലൊന്നും ഉലഞ്ഞിടാത്ത മനസ്സുമായിട്ട് തന്നെ നിരന്തരമായി യത്നിക്കുകയാണ് എങ്കിൽ നൂതനമായ ശക്തിയോടുകൂടി തന്നെ നമുക്ക് മുന്നേറുവാൻ സാധിക്കുമെന്നും വിജയം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകുന്നത്? ഈ കൊടും പാപികളെ കൊല്ലുന്നതിനാൽ നമ്മളെ പാപം തന്നെ ബാധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ അർജുനൻ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളെ നമ്മളൊന്ന് ഉൾക്കൊള്ളുക. കൊടും പാപികളായിരിക്കുന്ന ഇവരെ കൊല്ലുന്നത് കൊണ്ട് നമ്മളെയും പാപം ബാധിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അതായത് കൊള്ളില്ലാത്ത ജനങ്ങളോട്, ധർമ്മബോധമില്ലാത്ത ജനങ്ങളോട് കൂടിയിരിക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നത് കൊണ്ട് ഏതൊരു നല്ല വ്യക്തിക്കും, ഏതൊരു സജ്ജനത്തിനും പാപം തന്നെയാണ് ഉണ്ടാവുക, അതല്ലെങ്കിൽ നാശം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഇവിടെ നിന്ന് നമ്മൾ ഊഹിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് വ്യാസനും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക.